ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പാഠം 5 തമാരീൻ എക്സസൈസസ്. അജിബനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ഐന ദഹബത് തുല്ലാബുൽ ജുദുദു, പുതിയ വിദ്യാർത്ഥികൾ എങ്ങോട്ട് പോയി, എവിടെ പോയി? എങ്ങോട്ടാണ് പോയത്? ദഹബു ഇലൽ മുദീരി, അവർ മാനേജറിൻ്റെ അടുത്തേക്കാണ് പോയത്. ഇത് ക്ലാസ്സിലെ പാഠത്തിലെ ഉത്തരങ്ങളാണ്. ആ ഫഹിമ ത്വൽഹത്തു അദ്ദർസ, ത്വൽഹ പാഠം മനസ്സിലാക്കിയോ? മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നാം, അതെ. ഫഹിമഹു ജയ്യീദൻ, വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അയ്യ സൂറത്തിൻ ഹഫില ഇബ്രാഹീമു, ഇബ്രാഹിം ഏത് സൂറത്താണ് മനപ്പാടാക്കിയത്? ഹഫില സൂറത്തൽ ഫജ്രി വ സൂറത്തത്തീനി. മൻ ഫതഹൻ നവാഫിദ, ഫതഹ അലിയുൻ, അലിയാണ് തുറന്നത് ജനവാതിലുകൾ. ഇനി താഴെ ഉള്ളത് ശരിയും തെറ്റും എഴുതാം. പാഠത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ശരി, അല്ലാത്തതാണെങ്കിൽ തെറ്റ്. ഫതഹ അലിയുൽ ഫസ്ല, തെറ്റാണ്. മാ റജ സക്കരിയ വ ഹംസത്ത വ ഉസ്മാനു മിൻ മക്കത്ത, ശരിയാണ്. മാ കതബ ഫൈസലുൽ അജ്വിബത ലി അന്നഹു മാ ഫഹിമൽ അസ്ഇലത, ചോദ്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് ഫൈസൽ ഉത്തരങ്ങൾ എഴുതിയില്ല. അപ്പോൾ ശരിയാണ്. മാ കതബ ഫൈസലുൽ അജ്വിബത ലി അന്ന കലമഹു മക്സൂറുൻ, ഫൈസൽ ഉത്തരങ്ങൾ എഴുതിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ പേന പൊട്ടിയത് കൊണ്ട്. അപ്പോൾ അത് തെറ്റാണ്, അതല്ല കാരണം. അതിൻ്റെ മുകളിൽ പറഞ്ഞതാണ് കാരണം. ചോദ്യങ്ങൾ മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഉത്തരങ്ങൾ എഴുതാതിരുന്നത്. ഇനി ഇത് ആലോചിക്കാനുള്ളതാണ്. അൽ ഖുർആനു, ഖറഅത് ത്വാലിബുൽ ഖുർആന. അപ്പോൾ അൽ ഖുർആനു എന്നുള്ളത് ജുംല ഫീലിയിലെ വാക്യത്തിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അൽ ഖുർആന എന്നായി. കാരണം ഈ വാക്യത്തിൽ ഖുർആൻ മഫൂലും ബിഹിയാണ്. മഫൂലും ബിഹി നമുക്കറിയാം ഫത്ഹത്തായിരിക്കണം, മൻസൂബായിരിക്കണം. അപ്പോൾ ഖറഅത് ത്വാലിബു, വിദ്യാർത്ഥി വായിച്ചു. അപ്പോൾ ത്വാലിബു ഫായിൽ നമുക്കറിയാം മർഫുവാണ്. അപ്പോൾ അത്വാലിബു ലമ്മത്തിൻ്റെ അടയാളം വരാം. അൽ ഖുർആന മഫൂലും ബിഹി ആയതുകൊണ്ട് മൻസൂബ്. ആ ഫീലിനോട് ചോദ്യം ചോദിക്കുക, എന്ത് വായിച്ചു? എന്ത് ആരെ എന്നുള്ള ചോദ്യം ഫീലിനോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് മഫൂലും ബിഹി. അപ്പോൾ എന്ത് വായിച്ചു? അൽ ഖുർആന, ഖുർആൻ വായിച്ചു. അപ്പോൾ അതാണ് മഫൂലും ബിഹി, അതിന് ഫത്ഹത്തായിരിക്കും. അടുത്ത നോക്കൂ. അൽ കഹ്വത്തു, ആ മർഫൂ വാക്യത്തിൽ വരുമ്പോൾ നോക്ക് എന്ത് സംഭവിക്കുന്നു എന്ന്. ഈ വാക്യത്തിൽ ശരിബൽ ലൈഫുൽ കഹ്വത്ത, അതിഥി കാപ്പി കുടിച്ചു. അപ്പോൾ ശരിബ ഫീൽ, അൽ ലൈഫു ഫായിൽ മർഫൂൻ, അൽ കഹ്വത മഫ്ഊലും ബിഹി മൻസൂബ്. അപ്പോൾ ഷെരീബിനോട് ചോദിച്ചു നോക്കൂ, എന്ത് കുടിച്ചു? കാപ്പി. അപ്പോൾ കാപ്പി മൻസൂബായിരിക്കും, മഫ്ഊലും ബിഹി ആയിരിക്കും. അടുത്ത നോക്കൂ. അദ്ദർസു, ആ അദ്ദർസുക്ക് എന്ത് സംഭവിക്കും നോക്കൂ. കതബൽ മുദർരിസു ദർസ, മൻസൂബായി. അപ്പോൾ എന്ത് വായിച്ചു? അധ്യാപകൻ എന്തെഴുതി? കതബ എന്തെഴുതി? അദ്ദർസ, പാഠം എഴുതി.
അപ്പോൾ അദ്ദർസ മഫൂലും ബിഹി മൻസൂബ്, അൽ മുദർരിസു ഫായിലുൻ മർഫൂൻ, കതബ ഫീൽ. അൽ ബാബു ഫതഹത് ആമിനത്തുൽ ബാബ, ആമിന വാതിൽ തുറന്നു. ഫതഹത് ആമിനത്തു, ആമിന തുറന്നു. എന്ത്? അൽ ബാബ, വാതിൽ. അപ്പോൾ അൽ ബാബ മഫൂലും ബിഹി മൻസൂബ്, ആമിനത്തു ഫായിൽ, ഫതഹ ഫീൽ. അത് എന്താ? ത് സുക്കൂൻ, സ്ത്രീയുടെ അടയാളം. അത് ഫായിലല്ല, അത് ഫായിലല്ല, സ്ത്രീയുടെ അടയാളം. ആമിനത്തുവാണ് ഇവിടെ ഫായിൽ. ഖറഅത് ത്വാലിബുൽ ഖുർആന, അപ്പോൾ ഖറഅ ഫീൽ, അത്വാലിബു ഫായിൽ, അൽ ഖുർആന മഫൂലും ബിഹി. ഇനി അടുത്ത എക്സസൈസിൽ ഫീലിന് ഒരു വര വരക്കുക അടിയിൽ, മഫൂലും ബിഹിക്ക് 2 വര വരക്കുക. ഓരോ വാക്യത്തിലും ഫീലുണ്ട്, ഫായിലുണ്ട്, മഫൂലും ബിഹിയുണ്ട്. ഫായിലുണ്ട്, മഫൂലും ബിഹിയുണ്ട്. ഫായിലിൻ്റെ അടയാളം മർഫൂ ആയിരിക്കണം, മഫൂലും ബിഹിൻ്റെ അടയാളം മൻസൂബായിരിക്കണം. ഫായിലിൻ്റെ അടിയിൽ 1 ലൈൻ ഇടാം, മഫൂലും ബിഹിൻ്റെ അടിയിൽ 2 ലൈൻ ഇടാം. അപ്പോൾ കസറ തിഫ്ലുൽ കലമ, കുട്ടി പേന പൊട്ടിച്ചു. അപ്പോൾ കസറ ഫീൽ, അത്തിഫ്ലു ഫായിലുൻ മർഫൂൻ, അൽ കലമ മഫൂലും ബിഹി. അപ്പോൾ നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ എഴുതുമ്പോൾ ഫായിലിൻ്റെ അടിയിൽ 1 വരയും മഫൂലും ബിഹിൻ്റെ അടിയിൽ 2 വരയും വരക്കണം. ഗസലത് ആമിനത്തുൽ മിന്ദീല, ആമിന ഹാങ്കർചീഫ്, ടവൽ കഴുകി. ഗസലത്ത് ഫീൽ, ആമിനത്തു ഫായിൽ, അൽ മിന്ദീല മഫൂലും ബിഹി. അപ്പോൾ ഗസല ഫീൽ, അത്ഗന്ധ സ്ത്രീയുടെ അടയാളമാണ്, ഫായിലല്ല. ഫായിൽ ആമിനത്തു ആണ് മർഫൂൻ, അൽ മിന്ദീല മഫൂലും ബിഹി മൻസൂബ്. അക്കല ഉസാമത്തുൽ ഇനബ, മുന്തിരി തിന്നു ഉസാമ, ഉസാമ മുന്തിരി തിന്നു. അപ്പോൾ അക്കല ഫീൽ, ഉസാമത്തു ഫായിൽ, അൽ ഇനബ മഫൂലും ബിഹി മൻസൂബ്. വ അക്കലത് സൗജത്തുഹു അൽ മൗസ, അദ്ദേഹത്തിൻ്റെ ഇണ പഴവും തിന്നു. വ ഹർഫു അതഫ് അക്കലത്ത് ഫീൽ, അത് സ്ത്രീൻ്റെ അടയാളമാണ്, ഫായിലല്ല. സൗജത്തു അതാണ് ഫായിൽ. വഹുവ മുലാഫ്, ഹു മുലാഫിലെ മുലാഫിലെ മജ്റൂർ, അദ്ദേഹത്തിൻ്റെ ഇണ, മുലാഫിലെ മജ്റൂർ ഹു. സൗജത്തു ആണ് ഫായിൽ മർഫൂൻ, അൽ മൗസ മഫ്ഊലും ബിഹി മൻസൂബ്. ശരിബത്തിൽ ബക്കറത്തുൽ മാഅ, പശു വെള്ളം കുടിച്ചു. അപ്പോൾ ശരിബ ഫീല്, ത് സ്ത്രീയുടെ അടയാളം, അൽ ബക്കറത്തു ഫായിൽ, അൽ മാഅ മഫ്ഊലും ബിഹി മൻസൂബ്. ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടത് ആ ഷെരിബത്തിൻ്റെ താൻ്റെ മുകളിലും സുക്കൂനാണ്, അൽ ബക്കറത്തുവിൻ്റെ അലിഫിന് ശേഷം ലാൻ്റെ മുകളിലും സുക്കൂനാണ്. അപ്പോൾ 2 സുക്കൂനുകൾ ഇങ്ങനെ കണ്ടുമുട്ടുമ്പം അത് എന്താവും? തീനാക്കിയിട്ടാണ് ഉച്ചരിക്കുക, എന്നാലേ ഉച്ചാരണം എളുപ്പമാവുള്ളൂ. 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരുമ്പം 2ഉം കൂടി സുക്കൂനോട് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഷെരിബത്തിൽ ബക്കറത്ത് അങ്ങനെ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ഷെരിബത്തിൻ്റെ താക്ക് കസറത്തിടും. സാധാരണ നിലയിൽ ഫീലിന് കസറത്ത് ഉണ്ടാവില്ല, ഇസ്മിനെ കസറത്ത് ഉണ്ടാവുള്ളൂ, ഫീലിന് കസറത്ത് ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ 2 സുക്കൂനുകൾ അടുത്ത് വരുമ്പോൾ അതിന് ഇൽത്തിക്ക ഉസാക്കിനീൻ, 2 സുക്കൂനുകൾ കണ്ടുമുട്ടുന്നു, ഒരുമിച്ച് കൂടുന്നു എന്ന് വരുമ്പോൾ ആ ഫീലിൻ്റെ താൻ്റെ മുകളിലുള്ള സുക്കൂൻ എന്താവും? കസറാവും. അപ്പോൾ ഇതെങ്ങനെ വായിക്കുക? ശരിബത്തിൽ ബക്കറത്തുൽ മാഅ.
ശ്രദ്ധിക്കുക, ഫീലിന് കസ്രത്ത് ഉണ്ടാവില്ല. ഇത് ഉച്ചാരണം എളുപ്പാക്കാൻ വേണ്ടി മാത്രമാണ് കസ്രത്തോടെ ഉച്ചരിക്കുന്നത്. ഹഫിള ഹംസത്തുൽ ഖുർആന, ഹംസ ഖുർആൻ മനഃപ്പാടമാക്കി. ഹഫിള ഫീൽ, ഹംസത്തു ഫായിലുൻ മർഫൂൻ, അൽ ഖുർആന മഫ്ഊലുൻ ബിഹി. അപ്പോൾ ഇതിങ്ങനെ ഈ സെൻറ്റൻസസ് ഇങ്ങനെ ആവർത്തിച്ച് വായിക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഉച്ചാരണം അങ്ങനെ തന്നെ വരും. ഫായിൽ മർഫൂൻ്റെ അടുത്ത് മർഫൂ ലമ്മത്ത് കൊടുക്കും, നമ്മൾ അറിയാണ്ട് തന്നെ അത് വരും. നമ്മൾ മഫ്ഊലുൻ ബിഹി മൻസൂബാക്കും, ഫതഹത്ത് കൊടുക്കേണ്ടടുത്ത് ഫതഹത്ത് കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. വായിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മളെ ഹർക്കത്തുകൾ, അടയാളങ്ങൾ ലമ്മത്ത് കൊടുക്കേണ്ടടുത്ത് ലമ്മത്തും ഫതഹത്ത് കൊടുക്കേണ്ടടുത്ത് ഫതഹത്തും ഇൻഷാ അല്ലാഹ് വരും. ബാറക്കല്ലാഹു ഫീക്കും. ലറബത് ഫാത്തിമത്തു ബിൻതഹ, ഫാത്തിമ അവളുടെ കുട്ടിയെ അടിച്ചു. അപ്പോൾ ലറബ ഫീല്, ത് സ്ത്രീയുടെ അടയാളം, ഫായിലല്ല. ഫാത്തിമത്തു ഫായിൽ. അപ്പോൾ ലറബത്ത് ആരടിച്ചു, ആരെ ഉണ്ടോ ആ ചോദ്യം, ഫീലിനോട് ചോദിക്കുക ആരെ. അപ്പോൾ ഇവിടെ ആരെ എന്നാണ് ചോദിക്കുക, കാരണം ജീവനുള്ളതാണ്. അപ്പോൾ ആരെ, ജീവനില്ലാത്തതാണെങ്കിലാണ് എന്ത് എന്ന് ചോദിക്കുക, എന്ത്. അപ്പോൾ എന്ത് തിന്നു, എന്ത് കഴുകി എന്നൊക്കെ മുകളിലത്തെ വാക്യത്തിൽ ചോദിക്കുമ്പോഴാണ് നമുക്ക് മഫ്ഊലുൻ ബിഹി കിട്ടുക. ഇവിടെ ആരെ, ജീവനുള്ളതാകുമ്പോൾ ആരെ അടിച്ചു, ഫാത്തിമ അവളുടെ കുട്ടിയെ. അപ്പോൾ ബിൻത, അപ്പോൾ ബിൻത മഫ്ഊലുൻ ബിഹി മൻസൂബ്, വഹുവ മുലാഫ്, ഹ മുലാഫിലെ മജ്റൂർ. ഖതല റജുലുൽ ഹയ്യത ബിൽ ഹജിരി, പുരുഷൻ പാമ്പിനെ കൊന്നു വടി കൊണ്ട്. ഹയ്യത്ത എന്ന് പറഞ്ഞാൽ പാമ്പ്, ഹജർ എന്ന് പറഞ്ഞാൽ വടിയല്ല, കല്ല്. ഹജർ എന്ന് പറഞ്ഞാൽ കല്ല്. ഹജറുൽ അസ്വദില്ലേ, കറുത്ത കല്ല്, കഅബൻ്റെ മുകൾ, ഹജർ. ഇതല്ല, ഇത് വെറും ഹജർ. ബിൽ ഹജരി, കല്ല് കൊണ്ട് പാമ്പിനെ പുരുഷൻ കൊന്നു. അപ്പോൾ ഖതല ഫീൽ, അർ റജുലു ഫായിൽ, അൽ ഹയ്യത്ത മഫ്ഊലുൻ ബിഹി. എന്തിനെ കൊന്നു, എന്ത് കൊന്നു, എന്തിനെ കൊന്നു, അൽ ഹയ്യത്ത പാമ്പിനെ കൊന്നു. അപ്പോൾ അൽ ഹയ്യത്ത മഫ്ഊലുൻ ബിഹി മൻസൂബ്. ബിൽ ഹജരി, ബി നമുക്കറിയാം ഹർഫുജർ, അൽ ഹജരി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ഷബു ജുംല. ഖബറാണോ, അല്ല. കാരണം എന്താ, ഇത് ജുംല ഇസ്മിയ അല്ല, ഇതിന് മുബത്തദയില്ല, അതുകൊണ്ട് ഇതിന് ഖബറും ഇല്ല. ഇത് ജുംല ഫീലിയാണ്. ജുംല ഫീലൊക്കെ ഫീലും ഫായിലേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മഫ്ഊലുൻ ബിഹി ഉണ്ടാവും. ഈ വാക്യത്തിൽ മഫ്ഊലുൻ ബിഹി ഉണ്ട്. സമിയ ബിലാലുനിൽ അദാന വദഹബ ഇലൽ മസ്ജിദി. ബിലാൽ ബാങ്ക് കേട്ടു, മസ്ജിദിലേക്ക് പോവുകയും ചെയ്തു. സമിയ ഫീൽ, ബിലാലു ഫായിൽ, അൽ അദാന മഫ്ഊലുൻ ബിഹി. സമിയ എന്ത് കേട്ടു, ബാങ്ക് കേട്ടു. അപ്പോൾ ബാങ്കാണ് മഫ്ഊലുൻ ബിഹി മൻസൂബ്. അപ്പോൾ അൽ അദാന, ബിലാലു ഫായിൽ, ബിലാലാണ് കർത്താവ്. വദഹബ എന്നിട്ട് അദ്ദേഹം പോയി. ദഹബ ഫീൽ, ഫായിൽ എവിടെ, അത് മുസ്തത്തിറാണ്. ദഹബയിൽ നമുക്കറിയാം ഫായിൽ വെളിവാകാം, അല്ലെങ്കിൽ ഫായിൽ മുസ്തത്തിറാകാം. ഇവിടെ ഫായിൽ മുസ്തത്തിറാണ്. വദഹബ ബിലാലു എന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ വദഹബ. അപ്പോൾ അദ്ദേഹം പോയി. ആ ഫായിൽ ഹുവ മുസ്തത്തിറാണ്, അവൻ, അദ്ദേഹം ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ഇലൽ മസ്ജിദി, ഇല ഹർഫുജർ, അൽ മസ്ജിദി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ഷിബു ജുംല. ഖബർ എന്ന് പറയോ, ഇല്ല, കാരണം ഇതിന് മുബ്തദയില്ല. ഇത് ജുംല ഇസ്മിയല്ല, ഇത് ജുംല ഫീലിയാണ്. അപ്പോൾ ഫീലും ഫായിലേ ഉള്ളൂ. ദഹബ ഫീൽ, ഫായിൽ ഹുവ മുസ്തത്തിർ. അപ്പോൾ ഇവിടെ ബിലാലുൻ, പിന്നെ അൽ അദാന എന്ന് വരുമ്പോൾ അതെങ്ങനെ ഉച്ചരിക്കുക, ബിലാലുനിൽ അദാന. അവിടെ ഒരു നൂന് കസറാക്കിക്കൊണ്ട് പറയും, ബിലാലുനിൽ അദാന. അപ്പോൾ ഉച്ചാരണം ശരിയാവുള്ളൂ.
കതബൽ മുദർരിസുദ്ദർസ അലസ്സബൂറത്തി. അധ്യാപകൻ പാഠം ബോർഡുമ്മൽ എഴുതി. കതബ ഫീൽ, അൽ മുദർരിസു ഫായിൽ, അദ്ദർസ മഫൂലും ബിഹി മൻസൂബ്. കതബ എഴുതി, എന്തെഴുതി? അദ്ദർസ പാഠം എഴുതി. കർത്താവോ അൽ മുദർരിസ്, ആരാ കർത്താവ്, ആരാ എഴുതുന്നത്? അൽ മുദർരിസു. അല ഹർഫു ജർ, അസ്സബൂറത്തി ഇസ്മു മജ്റൂർ, ജാർ മജ്റൂർ, ശിബു ജുംല ഖബറല്ല. ഫതഹൽ ബക്കാലു ദുക്കാന ഫിസ്സാഅത്തി സാമിനത്തി. 8 മണിക്ക് പച്ചക്കറിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഷോപ്പ് കട തുറന്നു. ഫതഹ ഫീൽ, അൽ ബക്കാലു പച്ചക്കറിക്കാരൻ ഫായിൽ മർഫൂ, അദ്ദുക്കാന കട ഷോപ്പ് മൻസൂബ്, മഫൂലും ബിഹി മൻസൂബ്. ഫതഹ തുറന്നു, എന്ത്? അദ്ദുക്കാന ഷോപ്പ് കട. അപ്പോൾ അതാണ് മഫൂലും ബിഹി മൻസൂബ്. ആര് തുറന്നു? ആരാ കർത്താവ്? അൽ ബക്കാലു പച്ചക്കറിക്കാരൻ. ഫി ഹർഫു ജർ, അസ്സാഅത്തി ഇസ്മു മജ്റൂർ, ജാർ മജ്റൂർ, ശിബു ജുംല ഖബറല്ല, ജുംല ഫീലിയാണ്. അസാമിനത്തി 8 മണിക്ക്, അന്നാത്ത് 8 മണി, അസാമിനത്തി നാത്ത്. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ നമുക്ക് നിർത്താം.